ഹലോ. ഇന്നത്തെ കഥ തുടരുന്നത് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ചെറിയ വിശേഷങ്ങളാണേ. രാവിലെ തന്നെ എല്ലാവരും കുറച്ച് ജോലിയിലാട്ടോ. പൊങ്കാല ഇടുന്നതിന് പുറമേ തെരളിയും മണ്ടപ്പുറ്റും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചിമാരാട്ടോ ഇതൊക്കെ ചെയ്യുന്നേ. തെരളി ഉണ്ടാക്കുന്ന ഇലയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. ഈ മണ്ടപ്പുറ്റൊക്കെ കുഴയ്ക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു കൗതുകമായിരുന്നു കേട്ടോ. എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ തന്നെ ഇവിടെ രാവിലെ തീ കത്തിക്കാറില്ല കേട്ടോ. 9:45 സമയം. അപ്പോഴത്തേനും നമുക്കെല്ലാം റെഡിയാക്കിയാൽ മതി. ഞങ്ങൾ രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയി ഒരുങ്ങിയിട്ട് ഒരുപാട് സമയമുണ്ടായിരുന്നു കേട്ടോ പൊങ്കാല ഇടുവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ചേച്ചിമാരെ അങ്ങനെ എനിക്ക് കിട്ടാറില്ല. അങ്ങനെ ഞങ്ങൾ കിട്ടിയ സമയത്ത് ഞങ്ങൾ സന്തോഷമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പൊങ്കാല ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഏട്ടനാണ് കൂടുതൽ എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ആറ്റുകാൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് പറയുന്നത്. സത്യമാണ് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നതും ഇതിൻ്റെ മഹിമയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഒരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും അവിടെ. നീ ഈ കാണുന്നത് 100 കലത്തിലെ പൊങ്കാല കേട്ടോ. അടുത്ത ഇനി തീ കത്തിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. സമയം ടി വിയിൽ കാണിക്കുമ്പോഴാണ് എല്ലാവരും അവിടെ കത്തിക്കാറ്. അല്ലാതെ പണ്ടാരടുപ്പിൽ നിന്നുള്ള തീ അവിടെയെങ്ങും എത്താറില്ല കേട്ടോ. ഞങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ മാറി ഒരു വീടിൻ്റെ മുറ്റത്തായിരുന്നു ഇട്ടിരുന്നത്. എല്ലാ വർഷവും ചേച്ചിമാർ ഇവിടെ തന്നെയാണ് വരാറ് പതിവ്. നമ്മളോടുള്ള സ്നേഹവും സഹകരണവും ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് കേട്ടോ. ഞങ്ങൾ നിന്ന പ്രദേശങ്ങളിലെല്ലാം പൊങ്കാല ഇടുന്നവർക്ക് വേണ്ടിയും കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയും ഒരുപാട് വെള്ളവും തണ്ണിമത്തനും ഒക്കെ കൊണ്ടുവരുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഇതുവരെ കിട്ടാത്ത ഒരു സ്നേഹവും സഹകരണവും കിട്ടുന്ന പോലായിരുന്നു. അവിടുത്തെ ആളുടെ സ്നേഹവും സഹകരണവും ഒക്കെ ഒരുപാട് പറഞ്ഞാലും തീരില്ല കേട്ടോ. ദേ ഞങ്ങൾ അരിയൊക്കെ ഇടാൻ പോവുകയാണ്. വെള്ളമൊക്കെ തിളയ്ക്കുന്നുണ്ട്. ചേച്ചിമാരെപ്പോഴും എന്നോട് പറയും, ഒരു വട്ടം നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ വർഷവും വരണമെന്ന് തോന്നുമെന്ന്. സത്യമാണ് പറഞ്ഞത്. കാരണം എനിക്ക് അവിടെ നിന്ന് പോരാൻ പോലും മനസ്സില്ലായിരുന്നു കേട്ടോ. എൻ്റെ മോളുടെ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഈ പൊങ്കാല ഇട്ടത്. പക്ഷേ അടുത്ത വർഷവും വലിയ ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് വന്ന് പൊങ്കാല ഇടണമെന്ന് ഇപ്പോഴേ ആഗ്രഹമാണ്. എല്ലാവരും പൊങ്കാല ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഫുഡ് കൊണ്ടുവന്നത്. ഞങ്ങളെല്ലാം കഴിച്ചിട്ട് കറങ്ങി നടന്നത്. അമ്പലത്തിൻ്റെ പരിസരത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ദേ നിൽക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവർ താലപ്പൊലി എടുക്കാനാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഞാൻ പോയുള്ളൂ. അകത്ത് കയറി തൊഴാൻ പറ്റിയില്ല. അപ്പോഴാണ് വല്ലാത്തൊരു കാഴ്ച വേറെ കണ്ടത്. ഹെലികോപ്റ്ററിൽ പുഷ്പാലങ്കാരം നടത്തുവാണ്. കണ്ടപ്പോൾ വല്ലാത്തൊരു ആകാംക്ഷ തന്നെ തോന്നി കേട്ടോ. ഒരു 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നേദിക്കാനായി തിരുമേനി എത്തി. ഓരോരുത്തരായിട്ട് ഇങ്ങനെ നേദിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഓടി ഓടി നടന്ന് നേദിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പൊങ്കാല വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഹലോ, ഞങ്ങൾ തിരുവനന്തപുരത്താണ്. ആറ്റുകാലമ്പലത്തിലെ പൊങ്കാലയൊക്കെ ഇട്ട് നല്ല സന്തോഷത്തിൽ തിരികെ പോവുകയാണ്. പൊങ്കാല മാത്രമല്ല കേട്ടോ, ഒരു ഉത്സവം പോലെയാണ് തിരുവനന്തപുരത്ത് ഉള്ള ആൾക്കാർ മൊത്തവും കാണുന്നത്. പോയ നമ്മളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. സന്തോഷമായ ഒരു കാഴ്ച വന്നപ്പോൾ കണ്ടു. എൻ്റെ മോളും അമ്മയും ദേ ഞങ്ങളെ തിരക്കിയിരിക്കുന്നത്.